അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് മീൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. അതിനും വേണ്ടി ഞാൻ 1 കിലോ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുള്ളും ചളക്കൊക്കെ ഇല്ലാത്തത് വേണം എടുക്കാൻ കേട്ടോ. ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ ചട്ടിയിൽ കെട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റവ് കത്തിച്ച് ഞാനിത് വേഗം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മീനിൻ്റെ മൂടി തുറന്നിട്ടുങ്ങാണ്ട് വേകാത്ത സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് വെന്ത് കിട്ടും. നല്ലൊന്ന് വേകട്ടെ, അത് മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഞാൻ ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ. അത് വേകുമ്പോഴത്തേന് ഇതിന് വേണ്ടിയ മസാലയൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാൻ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൗഡർ ആക്കിങ്ങാണ്ട് വെക്കാനാണ്. നല്ല പൊടിച്ച് ഇതൊരു പാത്രത്തിൽ കിട്ടൊക്കെ നമുക്ക്. പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി, ഒരു പൊടി പൂണ്ട് എല്ലാം കൂടി അരയ്ക്കുക. ചോപ്പാക്കിയാൽ മതി കേട്ടോ. പൊടിച്ച് വെള്ളം വീട്ടി പൊടിക്കണമെന്നില്ല. പിന്നെ ബ്രെഡ് ക്രംസ് അത് പൗഡറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വെന്ത മീൻ അതിൽ മുള്ളൊക്കെ ഉണ്ടാകുന്ന നോക്കിങ്ങാണ്ട് വാർത്തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓരോന്നായിട്ട് മുള്ളുണ്ടെങ്കിൽ അത് മാറ്റാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പൊടിക്കുമ്പോൾ മുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും കഴിക്കുമ്പോൾ. പിന്നെ ഇതൊക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കട്ടെ. മീൻ ഇത് നല്ല ഒന്നിങ്ങനെ മാഷാക്കി കൊടുക്കണം. ഇന്നിങ്ങനെ ഒരു ഇതായിട്ട് ഒരു കട്ടി ഉണ്ടാവാൻ പാടില്ല. പിന്നെ മുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് വേവിച്ച് വെച്ചിരുന്നത്.
വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തുള്ളൂ. അത് തൊലിച്ചുങ്ങാണ്ട് ഇതിലേക്ക് ഇട്ടുങ്ങാണ്ട് നല്ല ഒന്ന് മാഷാക്കിങ്ങാണ്ട് അതിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഞാൻ ഇനി ഒരു 6 ഉള്ളി എടുത്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ, കറിവേപ്പിലയും മല്ലിയില പച്ചമുളകൊക്കെ, അത് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതെല്ലാം കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടി മസാല ചേർത്താനായി ആദ്യം 2 സ്പൂണും മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇട്ടിരിക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ. ഒരു പാക്കറ്റ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കേണ്ടി ഇതിലേക്ക്. ചെറിയ പാക്കറ്റാണ്, 25 ഗ്രാമിൻ്റെ. പിന്നെ ഞാൻ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതിനൊരു 2 പൊടി ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സാക്കി കൊടുക്കുക. ഈ സാധനങ്ങളൊക്കെ മിക്സ്. പിന്നെ ഉപ്പിടാൻ ഞാൻ മറന്നിട്ടുണ്ട്, ഉപ്പ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ല മിക്സാക്കണം കേട്ടോ. നമ്മൾ ഒരു പൊടി അവിടെ ഇവിടെ ഇല്ലാത്ത മാതിരി നല്ല ഒന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാൻ കട്ട്ലൈറ്റിനനുസരിച്ച് എത്ര വേണേ നോക്കിയിട്ട് ബോൾ പിടിച്ചങ്ങാണ്ട് കട്ട്ലൈറ്റിൻ്റെ സൈസിൽ നോക്കിങ്ങാണ്ട് ബോൾ പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതേമാതിരി നിങ്ങൾ ഒന്നായിട്ട് കുറച്ചൊരു 5-6 എണ്ണം ഇങ്ങനെ ബോൾ പിടിച്ച് വെക്കേണ്ടി. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതെടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഇതിനും വേണ്ടി 3 മുട്ട എടുത്തുങ്ങാണ്ട് നല്ല ഒന്ന് സ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ഒന്ന് ഉപ്പിടണമെന്നില്ല കേട്ടോ. നമുക്ക് ഇതിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ മുട്ടയിൽ നമ്മൾ ഉപ്പിടണമെന്നില്ല. നമുക്ക് ഇതിലേക്ക് മുക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നല്ല കോട്ടിങ് ചെയ്യണം, എന്നാലേ നമ്മൾ പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. നല്ല ഒന്ന് കോട്ടിങ് ചെയ്ത് കൊടുക്കണം നമുക്കിത്. ഇങ്ങനെ ഓരോന്നും ആക്കിങ്ങാണ്ട് നമ്മൾ പൊരിച്ചു കൊടുക്കണം കേട്ടോ.
നിങ്ങൾ ഇതേമാതിരി ഒന്ന് കട്ട്ലേറ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മീൻ കറിയും കട്ട്ലേറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം പായസവും പപ്പടം. അപ്പോൾ അതൊന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് ലോഗായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.